വരൂ നമുക്ക് കുറച്ച് പയർ നടാം. നമ്മൾ പുട്ടിനൊക്കെ ഒലത്താൻ വെച്ചിട്ടുണ്ടായിരുന്ന പയർ ഇന്ന് ഞാൻ എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ കുപ്പിപ്പാത്രത്തിലാണ് ഇപ്പം ഞാൻ എല്ലാ സാധനങ്ങളും നടണത്. അതിനകത്ത് കുറച്ച് കുറച്ച് കുഴികളുണ്ടാക്കി ഇത് അറഞ്ചും പുറഞ്ചും അതിനകത്ത് വാരിയിട്ട് കൊടുക്കുക. ഇന്നലെ എടുത്ത് വെച്ചതായതുകൊണ്ട് മുളകൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വളർന്ന് പടർന്ന് പന്തലിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇനി ഇത് മറ്റേ വള്ളിപ്പയറാണോ അതോ നമ്മുടെ കുറ്റിപ്പയറാണോ എന്നൊരു ഡൗട്ടുണ്ട്. എങ്ങനെയായാലും ഒന്ന് റെഡിയായിട്ട് വരട്ടെ. അപ്പം നമുക്ക് അടുത്ത പാത്രത്തിലേക്ക് നമ്മുടെ ചാക്കിലേക്ക് മാറ്റി റെഡിയാക്കി കൊടുക്കാം. ഇതൊക്കെ ഒരു സാറ്റിസ്ഫാക്ഷനാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ ഒന്ന് മുളച്ച് തന്നെ കാണുക, അത്രയും വലിയ സന്തോഷം നമുക്ക് വേറെ ഒന്നും കിട്ടാനില്ല. നമ്മളിതിങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരിതിലേക്ക് പോവുള്ളൂ. ചില സമയത്തൊക്കെ അട്ടർ ഫ്ലോപ്പായിട്ട് വരും, ചില സമയത്തൊക്കെ ദേഷ്യം വരും, ചില സമയത്ത് ഭ്രാന്ത് പിടിക്കും. പിന്നെ നമ്മുടെ സുഭാഷ് പറയും പോലെ അതൊക്കെ തുടക്കത്തിൽ തോന്നുക, ഇന്നായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ത്രില്ലായിരിക്കും. പിന്നെ അതൊക്കെ അങ്ങോട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നു. അതേപോലെയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾക്കിടെ ചില ചില അവസ്ഥകൾ. അതിൻ്റെ ഇടയ്ക്കാണ് ഇത് പ്രത്യേകിച്ച് പരിചയമില്ലാത്ത ആൾ അപ്പുറത്തുനിന്ന് കെട്ടുപൊട്ടിച്ച് പോകുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഫോട്ടോ എടുക്കണമെന്ന് ഇപ്പം എന്നെ ഉണ്ട് കുത്തും കുത്തി കാണിച്ചിട്ട് പോയി ഗൈസ്. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോഴത്തേക്കും നമ്മുടെ പയറൊക്കെ പതുക്കെ ഒന്ന് മുളച്ച് റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാം ഷടപടേന്നായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇന്നാവുന്ന വരെയാണ് ഒരു കാര്യമുള്ളൂ. ഇന്നായി കഴിഞ്ഞാൽ പിന്നെ ത്രില്ലാണല്ലോ. ഇനി ഇതിൻ്റെ അടുത്തടുത്ത വളർച്ചകൾ കാണുക, പിന്നെ ഇത് ഓരോന്ന് പുഴുക്കൾ തിന്നണ കാണുക, പിന്നെ ഇതിൽ നിന്ന് എപ്പോഴെങ്കിലും ഒരു പയർ പറിച്ച് തിന്നാൻ സാധിക്കുക, അതൊക്കെയാണ് ഇനിയിപ്പോൾ ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ. ഇത്രയും വളർന്ന സ്ഥിതിക്ക് വള്ളിയൊന്നും കാണാത്തതുകൊണ്ട് ഞാൻ കരുതുന്നു ഇത് കുറ്റിപ്പയറാവാനാണ് സാധ്യത എന്ന്. പിന്നെ ഒരു മഴ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളൊരു കുപ്പി ചാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് വെച്ചു. ഇപ്പം ഏകദേശം എത്ര റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ ബൈ.